ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം ലിറ്ററേച്ചർ ഓപ്ഷണൽ പേപ്പർ 2 യൂണിറ്റ് 1 രാമചരിതം എന്ന പാഠഭാഗത്തെ മുൻകാല വർഷ ചോദ്യങ്ങളും അതുപോലെ പാഠഭാഗവുമാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രാമചരിതത്തിലെ ഭാഷയെ പറ്റിയുള്ള പണ്ഡിതന്മാരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരിശോധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചെകങ്ങളേഴും ഉലയിക്കു മന്നി ചാചരവരൻ ചിരങ്ങൾ 10 മങ്ങറുത്ത മനു വീരചരിതം പുകലുമെന്ന ഇന്നു നോക്കിയരുൾ വാക്കുടയ വേൽ പൊരുതു ചേലിടഞ്ഞിഴുണ്ടിന കടക്കൺ മുനയാൽ. ചെകങ്ങളേഴും ഉലയിക്കു മന്നി ചാചര വരൻ ചിരങ്ങൾ 10 മങ്ങറുത്ത മനുവീരചരിതം പുകലു മെന്ന ഇന്നു നോക്കിയരുൾ വാക്കുടയ വേൽ പൊരുതു ചേലിടഞ്ഞിഴുണ്ടിന കടക്കൺ മുനയാൽ. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാപരമായ പ്രത്യേകതകൾ കൊണ്ട് മാത്രമല്ല സാഹിത്യ ഗുണം കൊണ്ടും രാമചരിതം പ്രാചീന കാവ്യങ്ങളിൽ പ്രഥമ ഗണനീയം തന്നെ. ചർച്ച ചെയ്യുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, തമിഴിൽ നിന്നും തികച്ചും വ്യതിരിക്തമായ കേരളീയ ഭാഷാശൈലിയിൽ ബൃഹത്തായ രൂപശില്പവും മഹത്തായ ഭാവശില്പവും ഒത്തുചേരും വണ്ണം വിരചിച്ച ആദ്യ കാവ്യം എന്നതാണ് രാമചരിതത്തിന്റെ പ്രാധാന്യം. പാട്ടിന്റെ ലക്ഷണ നിർവചനം വഴി പൂർണ്ണമായും യോജിക്കുകയും ചെയ്യുന്നു. സമർത്ഥിക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇതിവൃത്തം, വർണ്ണന, വൃത്തം, ഭാഷ എന്നിവയുടെ പ്രത്യേകതകൾ രാമചരിതത്തെ അടിസ്ഥാനമാക്കി വിവരിക്കുക. സിക്സ്ത് ക്വസ്റ്റ്യൻ, പാട്ടുകാവ്യങ്ങളും മണിപ്രവാള കാവ്യങ്ങളും സൗന്ദര്യ രചനയിൽ വ്യതിരിക്തമാകുന്നതെങ്ങനെയെന്ന് ഉണ്ണുനീലി സന്ദേശത്തെയും രാമചരിതത്തെയും മുൻനിർത്തി പാഠ്യഭാഗങ്ങളിൽ നിന്നും ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് വിശദമാക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, രാമചരിതം ലക്ഷണയുക്തമായ ഒരു പാട്ടുകൃതിയാണോ എന്ന് പാഠഭാഗത്തെ ആസ്പദമാക്കി വ്യക്തമാക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഊനമറ്റെഴുമി രാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ ചെറിയവർക്കറിയു മാറുര ചെയ്യുവാൻ ഞാനുടക്കി നേണ നയനയെ നടമിടൻ നാവിലിച്ചയോടു വച്ചടി ഇണക്ക മലതാർ. ഊനമറ്റെഴുമി രാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ ചെറിയവർക്കറിയു മാറുര ചെയ്യുവാൻ ഞാനുടക്കിന നേണ നയനയെ നടമിടൻ നാവിലിച്ചയോടു വച്ചടി ഇണക്ക മലതാർ. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. നയൻത് ക്വസ്റ്റ്യൻ, രാമചരിതം ഉൾപ്പെടുന്ന പാട്ടു സാഹിത്യ ശാഖയ്ക്ക് തമിഴ് കവിതാ പാരമ്പര്യമാണുള്ളത്. ഈ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പത്താമത്തെ ക്വസ്റ്റ്യൻ, മാൽ പുനന്തവനറിന്ത ഞങ്ങുലീയവും മാലവാർ കുഴലിലേഴും മണി കൈകൊള്ളും മുന്നേ വേൽ പൊരുന്ന മിഴിയാൾക്കു നൽകിയ പൊഴുതിലെ മേതിൽ വീഴ്ന്തടി പണിതു വിടയും തൊഴുതുപോയി ചേൽ പൊരുന്തു മരി വീരന ലയാഴി കടന്ന തീര മെയ്തിരുന്നൊൺ കവികൾ ചൂഴ്ന്നിനീയ പൈമ്പാൽ പൊരുന്തും മൊഴിന്തനൻ തൊഴുതെല്ലാം പാർ മന്നൻ തന്നോട് മൈഥിലിയുടെ ചരിതമേ. 2014 2002 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, രാമചരിതത്തെക്കാൾ കണ്ണശ രാമായണമാണ് പിൽക്കാല മലയാള കവിതയ്ക്ക് പ്രചോദകമായി ഭവിച്ചത് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ത്? 12ാമത്തെ ക്വസ്റ്റ്യൻ, രാമചരിതത്തിൽ നിന്ന് കണ്ണശ കൃതികളിലേക്ക് കടക്കുമ്പോൾ ഭാഷയ്ക്ക് സംഭവിക്കുന്ന പരിണാമം സോദാഹരണം വിവരിക്കുക. 13th ക്വസ്റ്റ്യൻ,
രാമചരിതം ഇന്നത്തെ സാധാരണ വായനക്കാരന് അപ്രാപ്യമാണ്. ഇനി അതിന് വെറും സാഹിത്യ ചരിത്രങ്ങളിൽ മാത്രമേ സ്ഥാനമുള്ളൂ. ഈ അഭിപ്രായം ചർച്ച ചെയ്യുക. 14th ക്വസ്റ്റ്യൻ. മാരി വന്നതൊരു മാമലയെടുത്ത് തടയും മായനെ യരജനായി നിജിചരാധിപതിയെ പോരിൽ നീ മുന്നം മുടിത്തമയെടുത്ത് പുകഴുവാൻ പോകി പോക ചൈന കവി എനക്കരുൾ ചെയ്യേ. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. 15ാമത്തെ ക്വസ്റ്റ്യൻ. പാട്ടുപ്രസ്ഥാനത്തിന്റെ തമിഴ് പാരമ്പര്യത്തിനൊരു സ്മാരകമെന്നതിൽ കവിഞ്ഞ പ്രാധാന്യം രാമചരിതത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ആ പ്രാധാന്യം? 16ാമത്തെ ക്വസ്റ്റ്യൻ. ചേൽ പൊരുന്തു മരി വീരനല യാഴി കടന്ന തീര മെയ്തിരുന്നു കവികൾ ചൂഴ്ന്നിനിയ പൈമ്പാൽ പൊരുന്തും മൊഴിയാൽ മൊഴിന്തനൻ തൊഴുതെല്ലാം പാർമന്നൻ തന്നോട് മൈഥിലിയുടെ ചരിതമേ. സന്ദർഭം സൂചിപ്പിച്ച് ആശയം വിശദമാക്കി സാരസ്യം വ്യക്തമാക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ. എഴുത്തച്ഛനോടുകൂടി മലയാള സാഹിത്യം പരിപക്വാവസ്ഥ പ്രാപിച്ചു. രാമചരിതം, കണ്ണശ രാമായണം, മഹാഭാരതം, കിളിപ്പാട്ട് എന്നിവയുടെ ഭാഷാ സാഹിത്യ സ്വരൂപം വിശദമാക്കി സമർത്ഥിക്കുക. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. മലയാളം യൂണിറ്റ് 1 പേപ്പർ 2 സെക്ഷൻ എ രാമചരിതം 1ാം പടലാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1ാം പടലം. ഓക്കെ. 1. കാനനങ്കിളരൻ കളിറുമായി കരുണിയായി കാർനെടുങ്കണ്ണുമ തമ്മിൽ വിളയാടി നടൻഡാനനം വടിവുള്ളാന വടിവായതവതരിത്താതിയേ നല്ല വിനായകനെ മലനെ ഞാനിതൊണ്ടു തുനിയിന്റെ ദിന്നൻ മാനദമെന്നും നാളതാർ തന്നിൽ നിരന്തര മിരുന്തരുൾ തെളിന്തൂനമറ്ററി വെനക്കു വന്നുദിക്കും വണ്ണമേ യൂഴിയിലേഴിലും നിറൈന്ത മറ ജ്ഞാനപ്പൊരുളേ. കാനനങ്ങളിലരൻ കളിറുമായി കരുണിയായി കാർന്നെടുങ്കണ്ണുമ തമ്മിൽ വിളയാടി നടൻഡാനനം വടിവുള്ളാനവടി അവതരിത്താതിയെ നല്ല വിനായകനൻ മൊരലമനെ ഞാനിതൊണ്ടു തുനിയിന്റെ ദിന്നൻ മാനദമെന്നും നാളതാർ തന്നിൽ നിരന്തരമിരുന്തരുൾ തെളിന്തൂന മറ്ററി വെനക്കു വന്നുദിക്കും വണ്ണമേ യൂഴിയിലേഴും നിറൈന്ത മറ ജ്ഞാനപ്പൊരുളേ. വിനായകസ്തുതിയാണ് 1ാമത്തത്. വിനായകസ്തുതി. ഹരൻ കൊമ്പനാനയായും കറുത്ത നീണ്ട കണ്ണുകളുള്ള പാർവതി പിടിയാനയായും കാടുതോറും വിളയാടി നടന്ന അന്ന് മുഖം അഴകുള്ള ആനവടിവായി അവതരിച്ച ദൈവമേ നല്ല വിനായകൻ എന്ന് പറയുന്ന പരിശുദ്ധനെ 7 ലോകവും നിറഞ്ഞ ജ്ഞാനസാരമേ അങ്ങയുടെ അനുഗ്രഹത്താൽ ഞാൻ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന ഉദ്യമത്തിന് എൻ്റെ മനസ്സാകുന്ന താമരപ്പൂവിൽ തടസ്സമില്ലാത്ത അറിവ് എല്ലായ്പ്പോഴും ഉണ്ടാകണമേ എന്നാണ് വിനായകസ്തുതിയിലെ സാരാംശം. ഓക്കെ. അടുത്ത 2ാമത്തെ സരസ്വതി വന്ദനമാണ്. 1ാമത്തത് വിനായകസ്തുതി, 2ാമത്തത് സരസ്വതീ വന്ദനം. ജ്ഞാനമെങ്കൽ വിളയിച്ചു തെളിച്ചിനിയ ചൊൽ നായികേ പരവയിൽ തിരകൾ നേരുടനുടൻ തേനുലാവിന പദങ്ങൾ വന്നു തിങ്ങി നിയതം ചേതയുൾ തുടർന്നു തോന്നും വണ്ണമിൻഡു മുതലായി ഊനമറ്റെഴും ഈ രാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്യുവാൻ ഞാൻ ഉടക്കി നദി നേണ നയനെ നടമിടൻ നാവിലിച്ചയോടു വച്ചടിയണക്ക മലതാർ ജ്ഞാനമെങ്കിൽ വിളയിച്ചു തെളിച്ചിനിയ ചൊൽ നായികേ പരവയിൽ തിരകൾ നേരുടനുടൻ തേനുലാവിന പദങ്ങൾ വന്നു തിങ്ങി ഈ നിയതം ചേതയുൾ തുടർന്നു തോന്നും വണ്ണമിൻഡു മുതലായി
ഊനമറ്റെഴും ഈ രാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്യുവാൻ ഞാൻ ഉടക്കി നദിനേണ നയനേ നടമിടൻ നാവിലിച്ചയൊടു വച്ചടി ഇണക്ക മലതാർ. സരസ്വതി വന്ദനം. സമുദ്രത്തിലെ തിരകൾ ഇടമുറിയാതെ വന്ന് കരയ്ക്കടിക്കുന്നത് പോലെ എൻ്റെ മനസ്സിലും ഇന്നു വന്നു അറിവ് യാതൊരുവിധ തടസ്സവും കൂടാതെ വിളങ്ങിക്കൊണ്ടിരിക്കുവാൻ അല്ലയോ വാഗ്ദേവതേ. സരസ്വതി, നീയും എന്നിൽ കടാക്ഷിക്കണമേ. കുറ്റമറ്റ രാമചരിതത്തിന്റെ ഒരംശം ഭൂമിയിൽ ചെറിയവർക്ക് അറിയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദ്യമം തുടങ്ങുന്നത്. ഇതിനായി എൻ്റെ നാവിൽ ഇച്ഛയോടെ 2 കാലും വെച്ച് നൃത്തം ചെയ്താലും ഊനമറ്റെഴും ഈ രാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്യുവാൻ. ഊനമറ്റെഴും ഈ രാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്യുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് കവി തന്റെ കാവ്യലക്ഷ്യം വെളിപ്പെടുത്തുന്നു. ഈ ചരിതത്തിലൊരു തെല്ല് എന്ന് പറയുന്നത് യുദ്ധകാണ്ഡത്തെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാക്കാം. ഊഴിയിൽ ചെറിയവർ എന്നതുകൊണ്ട് സംസ്കൃതത്തിലോ ചെന്തമിഴിലോ പാണ്ഡിത്യമില്ലാത്ത പാമരർ എന്നുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തത് വിഷ്ണു സ്തുതിയാണ്. 3. താരിണങ്കിന തഴൈക്കുഴൽ മലർ തയ്യൽ മുലൈ താവളത്തിലിള കൊള്ളും അരവിന്ദ നയന ആരണങ്ങളിലെങ്ങും പരമയോഗികളുഴറ്റാലു മെന്റു മറിവാനരിയ ജ്ഞാനപ്പൊരുളേ മാരി വന്നതൊരു മാമലയെടുത്തു തടയും മായനെ യരജനായി നിജചരാധിപതിയെ പോരിൽ നീ മുന്നം മുടിത്തമയെടുത്തു പുകഴുവാൻ പോക ചയന കവിയെനക്കരുൾ ചെയ്യേ. വിഷ്ണുസ്തുതി. ലക്ഷ്മി ദേവിയുടെ മുലത്തടത്തിൽ വിശ്രമിച്ചിരിക്കുന്ന അല്ലയോ അരവിന്ദ നയന, പരമയോഗികൾ പോലും വേദങ്ങളിൽ അന്വേഷിച്ചിട്ട് കണ്ടെത്തുവാൻ പ്രയാസപ്പെടുന്ന ജ്ഞാനസാഗരമേ, പേമാരി വന്ന അവസരത്തിൽ മലയെടുത്ത് അതിനെ തടഞ്ഞവനെ, ഗോവർദ്ധനോദ്ധാരണം. ഓക്കെ, പാമ്പിന്റെ ശരീരത്തിൽ ശയിക്കുന്നവനെ, പണ്ട് നീ രാജാവായി അവതരിച്ച കാലത്ത് രാക്ഷസ രാജാവിനെ വധിച്ച കഥ പ്രത്യേകമായെടുത്ത് പാടിപ്പുകഴ്ത്തുന്നതിന് എനിക്ക് കവിത്വ ശക്തി നൽകി അനുഗ്രഹിച്ചാലും. ഓക്കെ, ഞാൻ 4-മത്തെ ശിവസ്തുതിയാണ്. അരുവൈ പാതിയുരുവായ പരനെ ചരണധാരക കുരുന്തു കൊടു തന്തതം നിനൈന്തു കൊള്ളുവ വക്കരിയ വൻപിറവിയാം തുയരറുത്തു കളവോര ചുര നാജകരനെ വിജയൻ വിൽത്തടിയിനാൽ തിരുവുടമ്പുടയു മാറ്റഞ്ഞവന്ന വിമതം തെഴുതെളുപ്പിൽ വിളയിച്ചു തെളിയിച്ച ശിവനെ അരജനാകി മധുചൂദന നിവാരണനെ വെണ്ടമയെനക്കു പുകഴുവാൻ വഴി വരം തന്നരുളേ. ശിവസ്തുതി. അർദ്ധനാരീശ്വരനായ അല്ലയോ ഭഗവാനെ, എല്ലായ്പ്പോഴും നിന്റെ പാദങ്ങളെ സ്മരിക്കുന്നവർക്ക് ദുഃഖനാശം വരുത്തി കൊടുക്കുന്ന അസുരാന്തക, ശരീരനാശം ലക്ഷ്യം വെച്ചുകൊണ്ട് അർജുനൻ വില്ല് എടുത്ത് നിന്റെ നേർക്കെറിഞ്ഞിട്ട് പോലും അവന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത ശിവനെ, കിരാതനായി അർജുനനെ പരീക്ഷിച്ചതും പാശുപതാസ്ത്രം നൽകിയതും സൂചിപ്പിക്കുന്നു. ഓക്കെ, മഹാവിഷ്ണു രാജാവായി അവതരിച്ച് രാവണനെ നിഗ്രഹിച്ച കഥ പറയുവാൻ നീ എന്നെ അനുഗ്രഹിച്ചാലും. 5-മത്തേത് പാർവതി വന്ദനമാണ്. പാർവതി വന്ദനം 5. വഴിയെനക്കു പിഴയാതവണ്ണ മുറ്റരുൾ ചെയ്യൻ, വഴിയെനക്കു പിഴയാതവണ്ണ മുറ്റരുൾ ചെയ്യൻ മനകുരുന്തിലിള കൊണ്ടു പുനൽ കൊണ്ടു വടി വാണ്ടെഴുന്ന കൊണ്ടൽ പതറും നിറിതഴത്ത കുഴലി ഇളമതിക്കു തുയർ പൊങ്ങി വിളങ്ങിന്റെ നുതലി ചുഴല നിന്റകില ലോകം വണങ്ങിന്റെ കഴലി തുകിൽ പുലിത്തൊലി കൊള്ളിന്റരൻ നുതൽ
കണ്ണിണ പെട്ടഴിവു പെട്ട മലർ വില്ലിയേ യനങ്കനെ. യളവു യവളവു തോറ്റിന പെരുപ്പമുള്ള വെപ്പിൻ മകളെ. വഴിയെനക്കു പിഴയാതവണ്ണമുറ്റരുൾ ചെയ്യൻ മനക്കുരുന്തിലിള കൊണ്ടു പുനൽ കൊണ്ടു വടിവാണ്ടെഴുന്ന കൊണ്ടൽ പതറും നെറിതഴത്ത കുഴലി. ഇളമതിക്കു തുയർ പൊങ്ങി വിളങ്ങിന്റെ നൂതലി. ചുഴല നിന്റകില ലോകം വഴങ്ങിന്റെ കഴലി. തുകിൽ പുലിത്തുലി കൊള്ളിൻ്റര നുതൽ കണ്ണിനിണ പെട്ടഴിവുപെട്ട മലർ വില്ലിയേ യനങ്കനെ. യളവു യവളവു തോറ്റിന പെരുപ്പമുള്ള വെപ്പിൻ മകളെ. പാർവതി വന്ദനം. വെള്ളം ഉൾക്കൊണ്ട് ഭംഗിയാർന്ന കാർമേഘം പോലും പതറിപ്പോകുന്ന തരത്തിൽ അഴകേറിയ മുടിയോട് കൂടിയവളെ. ചന്ദ്രകലയ്ക്ക് ദുഃഖം തോന്നുന്ന തരത്തിൽ ശോഭയാർന്ന നെറ്റിത്തടം ഉള്ളവളെ. ചുറ്റും നിന്ന് അഖില ലോകവും വണങ്ങുന്ന അലിവുള്ളവളെ. പുലിത്തോൽ വസ്ത്രമായി ധരിക്കുന്ന ശിവന്റെ തൃക്കണ്ണിലാൽ മരണം സംഭവിച്ച പൂവമ്പനായ കാമദേവനെ പോലും പുനരുജ്ജീവിപ്പിക്കുവാൻ ത്രാണിയുള്ളവളായ പർവ്വതത്തിന്റെ മകളെ. ഈ കാവ്യരചനയുടെ വേളകളിലെല്ലാം എൻ്റെ മനസ്സിലിരുന്ന് നീ എനിക്കു നേർവഴി കാണിച്ചു തന്നാലും. ആറാമത്തത് ലക്ഷ്മി സ്തവമാണ്. ലക്ഷ്മി സ്തവം. മകരകേതനനുടെ ജനകനായർ മകനായി വളരുമെങ്കൾ മറിമായൻ മണി മാർവിലിള കൊണ്ടഖില ലോകങ്ങളിലും നിറഞ്ഞു നിന്റരുളു വോര മല കോമള പയോധി തനയേ. അരജനായി ചെകങ്ങളേഴും ഉലയ്ക്കു മന്നിചാചര വരൻ. ചിരങ്ങൾ 10 മങ്ങറുത്ത മനുവീരചരിതം പുകഴുമെന്നെന്നു നോക്കിയരുൾ വാക്കുടയ വേൽ പൊരുതു ചേലിടഞ്ഞിഴുണ്ടിന കടക്കൺമുനയാൽ. ലക്ഷ്മി സ്തവം. മത്സ്യം കൊടിയടയാളമായി വിലസുന്ന പ്രദ്യുമ്നന്റെ കാമദേവന്റെ പിതാവായ കൃഷ്ണന്റെ കാമദേവന്റെ അവതാരമായ പ്രദ്യുമ്നൻ കൃഷ്ണനു രുക്മിണിയിലുണ്ടായ പുത്രനാണ്. വിഷ്ണുവിന്റെ മാറിൽ വിശ്രമിച്ചുകൊണ്ട് അഖില ലോകവും നിറഞ്ഞു നിൽക്കുന്ന ലക്ഷ്മി ദേവി. മത്സ്യം കൊടിയടയാളമായി വിലസുന്ന പ്രദ്യുമ്നന്റെ പിതാവായ കൃഷ്ണന്റെ വിഷ്ണുവിന്റെ മാറിൽ വിശ്രമിച്ചുകൊണ്ട് അഖില ലോകവും നിറഞ്ഞു നിൽക്കുന്ന ലക്ഷ്മി ദേവി. 7 ലോകവും നശിപ്പിക്കുന്ന രാക്ഷസ രാജാവിന്റെ ശിരസുകൾ 10 അറുത്ത് കളഞ്ഞ മനുവീരന്റെ ചരിതം പുകഴ്ത്തുന്ന എന്നെ തിളക്കമുള്ള വേലിനു തുല്യമായതും കരിമീൻ ഇടഞ്ഞ് തോറ്റതുമായ കടക്കൺമുന കൊണ്ട് ഇപ്പോൾ നോക്കി അനുഗ്രഹിച്ചാലും. ഏഴാമത്തത് ഇതര ദേവാസ്തുതികളാണ്. ഇതര ദേവാസ്തുതികൾ. ഇടഞ്ഞ താനവരൈ വേരറ മുടിക്കുമടലിൽ വൻപിലകുമിന്ദിരനുമങ്കി നമനും നിരുതിയും. കുടിലവാരിപതി വായുവള കേജനരനും കുളിർ നിലാമതി വെയ്യോനു മുരകാധിപതിയും. വടിവു ചേരവനി മാതു മയനും വിണ്ണവരും മൈഡനാജീനിയും മുക്കണ്ണർ നൽകണ്ണിലെഴും കൊടിയ പൈരവിയും. ആനനങ്ങളാറുള്ളവനും കുതുമ വാണനു മെനക്കു തുണയാകിയതിനെ. ഇതര ദേവാസ്തുതികൾ. ഇതര ദേവതാസ്തുതികൾ. എതിരിടുന്ന അസുരന്മാരെ വേരോടെ ഉന്മൂലനം ചെയ്യുന്നതിൽ
അദ്വിതീയരായ ഇന്ദ്രനും അഗ്നിയും യമനും നിരുത്തിയും വരുണനും വായുവും കുബേരനും ഹരനും കുളിർ നിലാവാർന്ന ചന്ദ്രനും സൂര്യനും സർപ്പരാജനും സുന്ദരിയായ ഭൂമിദേവിയും ബ്രഹ്മാവും ദേവന്മാരും ദുർഗയും മഹിഷാസുരമർദ്ദിനി. ഓക്കെ. ശിവന്റെ കണ്ണിൽ നിന്ന് ജന്മമെടുത്ത ഭയങ്കരിയായ ഭൈരവിയും അറുമുഖനും പൂവമ്പനും ഇക്കാര്യത്തിൽ എനിക്ക് തുണയായി വരട്ടെ. അടുത്തത് 8. കവിയെ തുണയ്ക്കാനെത്തുന്നവർ. തുണയെനിക്കിതിന്നു മിക്കവരു മുൾക്കനമേറ ചുരുങ്ങി നോര കുതിയെന്തറിഞ്ഞു നല്ലവരെല്ലാം പണിയിതർക്കിവനെ കരുതി നൊയ്യവർകളും പകയാരവതിനറ പരെ നോടപ്പ മുടയോർ പിണങ്ങു പോരില്ലയെന്നു പൊഴുതു പോയിട പിഴ മുഴുക്കിലും എന തെളിഞ്ഞരക്കരെ മുന്നം മണിവർണ്ണൻ മനുജനായി പൊരുത പോർക്കൊടുമതൻ വഴിയുരൈ പതിന്നു കോലിനതൻ മേധക്കൊടുഞ്ഞാൻ. കവിയെ തുണയ്ക്കാനെത്തുന്നവർ. കാവ്യരചന എന്ന ഉദ്യമത്തിന് തനിക്ക് മിക്കവാറും തുണയായുണ്ടെന്ന് കവി പറയുന്നു. പാണ്ഡിത്യം ഏറെയില്ലാത്ത അഗതിയെന്നു കരുതി നല്ലവരും തന്നെ കൊണ്ട് കഴിയുന്നതിലും വലിയൊരു കർമ്മമാണെന്നും മഹത്തരമായ കർമ്മമാണെന്നും കരുതി അല്പന്മാരും തന്നെ തുണയ്ക്കുമെന്ന് കവി പറയുന്നു. കവിയുടെ ശത്രുക്കളാകുവാൻ മടിക്കുന്നവരാണ് കവിയുടെ കൂടെയുള്ളവർ. ഇടയ്ക്ക് വഴക്കുണ്ടായാലും പിണങ്ങുന്നവരാരുമില്ല. ചുരുക്കത്തിൽ തൻ്റെ ചെറിയ അബദ്ധങ്ങളെയൊന്നും വലിയ രീതിയിൽ എതിർക്കുന്നവരല്ല കവിക്കൊപ്പം നിൽക്കുന്നവർ എന്നെല്ലാം കരുതി മനം തെളിഞ്ഞ് പണ്ട് നീലമണിവർണ്ണനായ വിഷ്ണു മനുഷ്യനായി അവതരിച്ച് പൊരുതിയ യുദ്ധത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നതിന് ഞാൻ എൻ്റെ ബുദ്ധിക്കൊത്ത വണ്ണം ആലോചിക്കുന്നു. 9. പൂർവസൂരികളെ അനുസ്മരിക്കുന്നു. മേധ നൽകുക കവീന്ദ്രരിൽ മുമ്പുടയ വാൽമീകിയും പിന്നെ വിയാതനുമെനിക്കധികമായി വേദവിത്തു നല്ലഗത്തിയനൊരോ വകവകൈ വേരിതിരിക്കിന തമിഴ് കവി പടൈത്ത മുനിയും ഓതയിൽ തുയിലുമണ്ണൽ വിണ്ണുളാർ പുകഴവേന്തൂഴിയിൽ തജരഥൻ തനയനായ അവതരിത്താതി കാലമുള്ളരും തൊഴികൾ ചെയ്തവ കഴിഞ്ഞാഴി മാനിനിയെ മീണ്ട വഴി കൂറുമതിനായി. പൂർവസൂരികളെ അനുസ്മരിക്കുന്നു. സമുദ്രത്തിൽ നിദ്ര ചെയ്യുന്ന ദൈവം ദേവന്മാർ സ്തുതിച്ചപേക്ഷിച്ചതിനാൽ ഭൂമിയിൽ ദശരഥ തനയനായി അവതരിച്ചതും ആദ്യകാലത്ത് അത്ഭുത വിദ്യകൾ ചെയ്തതും സീതാദേവിയെ വീണ്ടെടുത്തതുമായ വിധം പറയുന്നതിന് കവീന്ദ്രരിൽ ആദ്യനായ വാൽമീകിയും പിന്നെ വ്യാസനും കൂട്ടമായി തേൻ നിറഞ്ഞ തമിഴ് കവിത നിർമ്മിച്ച വേദവത്തായ നല്ല അഗസ്ത്യമുനിയും എനിക്ക് ബുദ്ധിയും ഓർമ്മയും നൽകണമേ എന്നും പറഞ്ഞുകൊണ്ട് കവി തൻ്റെ പൂർവസൂരികളെ സ്മരിക്കുന്നു. സമുദ്രത്തിൽ നിദ്ര ചെയ്യുന്ന ദൈവം ദേവന്മാർ സ്തുതിച്ചപേക്ഷിച്ചതിനാൽ ഭൂമിയിൽ ദശരഥ തനയനായി അവതരിച്ചതും ആദ്യകാലത്ത് അത്ഭുത വിദ്യകൾ ചെയ്തതും സീതാദേവിയെ വീണ്ടെടുത്തതുമായ വിധം പറയുന്നതിന് കവീന്ദ്രരിൽ ആദ്യനായ വാൽമീകിയും
പിന്നെ വ്യാസനും കൂട്ടം കൂട്ടമായി തേൻ നിറഞ്ഞ തമിഴ് കവിത നിർമ്മിച്ച വേദവത്തായ നല്ല അഗസ്ത്യമുനിയും എനിക്ക് ബുദ്ധിയും ഓർമ്മയും നൽകണമേ എന്നും പറഞ്ഞുകൊണ്ട് കവി തന്റെ പൂർവ്വസൂരികളെ സ്മരിക്കുന്നു. 10. കഥാരംഭം. 10. ആഴിമാതിനെ നിശാചരവരൻ കവർന്നു കൊണ്ടാടിമാദങ്ങൾ വരും മുന്നം മറந்த വഴിയേ ഊഴിമീതു നടന്തൻരു മന്നനുറവയോടി നാടുകെന വേയരികൾ നാലു തിച്ചയും കീഴുമേലും വിനവിൻ്റെ അളവിൽ വായുതനയൻ കേടില്ലാതെ മതിയോളു തിരയാഴി കടന്ന മാഴ നീൾമിഴിയെ മൈഥിലിയെ നേടിയോരിതി രാമാൽ പുനന്ദമയുരൈ പതിനരിപ്പമെങ്ങളാൽ. കഥാരംഭം. ആടിത്തുടങ്ങിയ മാസങ്ങൾ, വർഷകാലം വരുന്നതിന് മുമ്പ് രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് മറഞ്ഞ വഴിയിൽ സീതയെ അന്വേഷിക്കുവാൻ ശ്രീരാമന് സഹായം ലഭിച്ചത് കവിവൃന്ദങ്ങളിൽ നിന്നാണ്. ആടിത്തുടങ്ങിയ മാസങ്ങൾ വരുന്നതിന് മുമ്പ് രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് മറഞ്ഞ വഴിയിൽ സീതയെ അന്വേഷിക്കുവാൻ ശ്രീരാമന് സഹായം ലഭിച്ചത് കവിവൃന്ദങ്ങളിൽ നിന്നാണ്. കവിമന്നനായ സുഗ്രീവൻ വേഗം അന്വേഷിക്കുക, ഓടി നാടുക എന്ന് പറയവേ കവികൾ നാലു ദിക്കും കീഴ്മേലും പാതാളത്തും സ്വർഗലോകത്തിലും അന്വേഷിക്കുമ്പോൾ ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് സുന്ദരിയായ സീതാദേവിയെ ലങ്കയിൽ അന്വേഷിച്ച ആ രാത്രിയിൽ അദ്ദേഹം അനുഭവിച്ചതായ ദുഃഖം വർണ്ണിക്കുവാൻ എനിക്ക് പ്രയാസമുണ്ടെങ്കിലും ആ കർമ്മത്തിന് ഞാൻ മുതിരുകയാണ്. 11. മാൽ പുനന്തവനറിന്തണഞ്ഞങ്ങുലീയവും മാലവാർ കുഴലിലെറും മണി കൈക്കൊള്ളും മുന്നേ മേൽ പൊരുന്ന മിഴിയാൾക്കു നൽകിയ പൊഴുതിലെ മേതിൽ വീഴ്ന്തടി പണിന്തു വിടയും തൊഴുതുപോയി ചേൽ പൊരുന്തു മരിവീരനലയാഴിക്കടന്ന തീരമെയ്തിരുന്നൊൺ കവികൾ ചൂഴ്ന്നിനിയ പൈമ്പാൽ പൊരുന്തും മൊഴിയാൽ മൊഴിന്തനൻ തൊഴുതെല്ലാം പാർമന്നൻ തന്നോട് മൈഥിലിയുടെ ചരിതമേ. ഹനുമാൻ തന്റെ ദുഃഖവും ഉള്ളിലെ സംഘർഷവുമെല്ലാം ഒരുവിധം അടക്കി സീത ഇരിക്കുന്ന സ്ഥലം അന്വേഷിച്ചു കണ്ടെത്തുന്നു. സീത തന്റെ കറുത്ത മുടിയിൽ ധരിച്ചിരുന്ന ചൂടാമണി രത്നം അടയാളമാക്കി ഹനുമാന് നൽകുന്നതിന് മുമ്പ് തന്നെ രാമൻ നൽകിയ മോതിരം സീതാദേവിയെ ഏൽപ്പിച്ചു. സ്വഭാവ ഗുണമാർന്ന കപിവരൻ ഒട്ടും വൈകാതെ തന്നെ സീതാദേവിയെ ഭക്തിപൂർവം സാഷ്ടാംഗം നമസ്കരിച്ചതിനു ശേഷം യാത്രാനുവാദവും വാങ്ങി സമുദ്രം കടന്ന് അക്കരെ എത്തിച്ചേർന്നു. നന്മയാർന്ന നല്ല കവികളാൽ ചുറ്റപ്പെട്ട ലോകേശനോട് മാധുര്യമാർന്ന നറുമ്പാലൊത്ത മൊഴിയിൽ സീതയുടെ ചരിതമെല്ലാം ഹനുമാൻ തൊഴുതു പറഞ്ഞു. ഒന്നുകൂടി. മാൽ പുനന്തവനറിന്തണഞ്ഞങ്ങുലീയവും മാൽവാർ കുഴലിലെറും മണിക്കൈ കൊള്ളും മുന്നേ വേൽ പൊരുന്ന മിഴിയാൾക്കു നൽകിയ പൊഴുതിലെ മേതിൽ വീഴ്ന്തടി പണിന്തു വിടയും തൊഴുതുപോയി ചേൽ പൊരുന്തു മരിവീരനലയാഴി കടന്ന തീരമെയ്തിരുന്നൊൺ കവികൾ ചൂഴ്ന്നിനിയ പൈമ്പാൽ പൊരുന്തും മൊഴിന്തനൻ തൊഴുതെല്ലാം പാർമന്നൻ തന്നോട് മൈഥിലിയുടെ ചരിതമേ. ഹനുമാൻ തന്റെ ദുഃഖവും ഉള്ളിലെ സംഘർഷവും എല്ലാം ഒരുവിധം അടക്കി സീത ഇരിക്കുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തുന്നു. സീത തന്റെ കറുത്ത മുടിയിൽ ധരിച്ചിരുന്ന ചൂടാമണി രത്നം അടയാളമായി ഹനുമാന് നൽകുന്നതിന് മുമ്പ് തന്നെ രാമൻ നൽകിയ മോതിരം സീതാദേവിയെ ഏൽപ്പിച്ചു. സ്വഭാവ ഗുണമാർന്ന കവിവീരൻ ഒട്ടും വൈകാതെ തന്നെ സീതാദേവിയെ ഭക്തിപൂർവം സാഷ്ടാംഗം നമസ്കരിച്ചതിന് ശേഷം
യാത്രാനുവാദവും നൽകി സമുദ്രം കടന്ന് അക്കരെ എത്തിച്ചേർന്നു. നന്മയാർന്ന നല്ല കവികളാൽ ചുറ്റപ്പെട്ട ലോകേശനോട് മാധുര്യമാർന്ന നറുമ്പാലത്ത മൊഴിയാൽ സീതയുടെ ചരിതമെല്ലാം ഹനുമാൻ തൊഴുതു പറഞ്ഞു. ഓക്കെ, രാമചരിതം പടലം 1. ചീരാമന്റെ രാമചരിതത്തിന്റെ ഭാഷാപരവും സാഹിത്യവുമായ പ്രത്യേകതകൾ പേപ്പർ 1 ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇവിടെ രാമചരിതം 1-ാം പടലത്തിന്റെ ഭാഷാപരവും സാഹിത്യപരവുമായ പ്രത്യേകതകളാണ് വിശദമാക്കുന്നത്. ഒന്നാമത് ഭാഷാപരമായ പ്രത്യേകതകൾ. ലീലാതിലകത്തിൽ പാട്ടിന് നൽകിയിരിക്കുന്ന നിർവചനം പൂർണ്ണമായും അനുസരിക്കുന്ന കൃതിയാണ് രാമചരിതം. ഇത് എത്രത്തോളം എന്ന് ഉദാഹരണത്തിലൂടെ നോക്കാം. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം താരിണങ്കിണ തഴൈക്കുഴൽ മലർ തയ്യൽ മുലൈ താവളത്തിലിള കൊള്ളും അരവിന്ദ നയന ആരണങ്ങളിലെങ്ങും പരമയോഗികൾ ഉഴന്റാലുമെന്റു മറിവാനരിയ ജ്ഞാനപ്പൊരുളേ മാരി വന്നതൊരു മാമലയെടുത്തു തടയും മായനേ യരജനായി നിജചരാധിപതിയെ പോരിൽ നീ മുന്നം മുടിത്തമയെടുത്തു പുകഴ്വാൻ പോക ചയന കവിയനക്കരുൾ ചെയ്യേ എന്നീ വിഷ്ണുസ്തുതി വരികളിൽ ദ്രാവിഡ അക്ഷരമാലയിലുള്ള വർണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നീ വിഷ്ണുസ്തുതി വരികളിൽ ദ്രാവിഡ അക്ഷരമാലയിലുള്ള വർണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. ദ്രാവിഡ അക്ഷരമാലയിലെ 30 അക്ഷരങ്ങൾ കൊണ്ട് എഴുതാവുന്ന സംസ്കൃത പദങ്ങളെ അതേപടി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നു. തൽഭവമായും തൽസമമായും പദങ്ങളെ സ്വീകരിക്കുന്നത് കൂടാതെ തർജ്ജമ ചെയ്തും രാമചരിതകാരൻ പദങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. രാമചരിതത്തിലെ 2-ാമത്തെ പാട്ടിൽ സരസ്വതീ വന്ദനം വാഗ്ദേവി എന്ന വാക്കിനെ തർജ്ജമ ചെയ്ത് ഇനിയ ചൊൽ നായിക എന്നാക്കി മാറ്റിയിരിക്കുന്നു. ദ്രാവിഡീകരണ പ്രക്രിയയ്ക്ക് ധാരാളം ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് കാണാൻ കഴിയും. ദ്രാവിഡീകരണ പ്രക്രിയ. ഓക്കെ, നിജിചരാധിപതി, യോഗി, യോക്കി, ഭോഗ, പോക, ഭോഗി, പോഗി, ശയന, ചയന, അരവിന്ദ നയന, അധിപതി, അത്തിപതി. ഇപ്രകാരം ലീലാതിലകകാരൻ പാട്ടിന് നൽകിയിരിക്കുന്ന നിർവചനത്തിന്റെ അടിസ്ഥാന ഘടകമായ ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം എന്ന നിയമം രാമചരിതകാരൻ പൂർണ്ണമായും അനുസരിക്കുന്നത് കാണാം. രണ്ടാമത്തത് യദുഗ. ഭാഷാപരമായ പ്രത്യേകതകളിൽ ഒന്നാമത് ദ്രവിഡ സംഘാതാക്ഷര നിബദ്ധമാണ്. രണ്ടാമത്തത് യദുഗയാണ്. ദ്വിതീയ അക്ഷര പ്രാസത്തിന് തുല്യമായ ഒരു പ്രാസമാണ് യദുഗ. മാത്രകളിൽ യദുഗ സാമ്യം നിഷ്കർഷിക്കുന്നുണ്ട്. അതായത് ഓരോ പാദത്തിലെയും 2-ാമത്തെ അക്ഷരവും ആദ്യാക്ഷരത്തിന്റെ മാത്രയും ഒരുപോലെ വരുന്നതാണ് യദുഗ. തന്നിരിക്കുന്ന ഉദാഹരണത്തിൽ എല്ലാ പദങ്ങളിലും യദുഗയായി വന്നിരിക്കുന്നു. ദ്രാവിഡ കവികൾ യദുഗയ്ക്കുള്ള പ്രാധാന്യം മോനയ്ക്ക് കൽപ്പിക്കാറില്ല. മൂന്നാമത്തത് മോനയ്ക്ക് പാദാർദ്ധാദി പ്രാസം എന്ന് പറയുന്നു. ഒരു വരി 2ആയി തിരിച്ചാൽ ആദ്യ പകുതിയിലെ ആദ്യാക്ഷരവും 2-ാം പകുതിയിലെ ആദ്യാക്ഷരവും ഒരുപോലെ വരുന്ന വ്യവസ്ഥയാണ് മോന. രാമചരിതത്തിലെ എല്ലാ പാട്ടുകളിലും മോന എന്ന ശബ്ദാലങ്കാരം കണ്ടെത്താൻ കഴിയും. ഉദാഹരണ പദ്യത്തിലെ 4 പാദങ്ങളും പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. ഈ പാട്ടിൽ ആദ്യ പാദത്തിലെ ആദ്യാക്ഷരവും ആദ്യ പാദാർദ്ധത്തിലെ ആദ്യാക്ഷരവും താ തന്നെയാണ്. ഇതാണ് മോന. തുടർന്നുള്ള വരികളിലും ഇത്തരത്തിൽ മോന ദീക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലീലാതിലകകാരൻ പാട്ടിന്റെ ലക്ഷണങ്ങളായി കൽപ്പിക്കുന്ന 2 ശബ്ദാലങ്കാരങ്ങളെയും രാമചരിതകാരൻ തന്റെ കാവ്യത്തിൽ ഉപയോഗിച്ചിരുന്നതായി കാണാം. ഓക്കെ, ഇനി നമ്മൾ 3-ാമത്തെ പ്രത്യേകതയായിട്ടുള്ള വൃത്തവിശേഷയുക്തം. വസന്തതിലകം, മന്ദാക്രാന്ത തുടങ്ങി മണിപ്രവാളത്തിൽ പ്രസിദ്ധമായ സംസ്കൃത വൃത്തങ്ങളിൽ നിന്ന് ഭിന്നമായ ദ്രാവിഡ വൃത്തങ്ങളെയാണ് പാട്ടിൽ ഉപയോഗിക്കുന്നത്. പാട്ടിന്റെ ലക്ഷണമായി ലീലാതിലകകാരൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ നിയമമാണ് വൃത്തവിശേഷയുക്തം എന്നതിലൂടെ അർത്ഥമാക്കുന്നത്.
ദ്രാവിഡ വൃത്തങ്ങളുടെ വലിയൊരു സവിശേഷതയാണ് അവ മാത്രാ പ്രാധാന്യങ്ങളാണ് എന്നത്. നിരയ നിരയ ശൈ ആശീരിപ്പ, നിരയ ശൈ ആശീരിപ്പ, ആശിരിയപ്പ, നിരയ ശൈ ആശിരിയപ്പ എന്ന തമിഴ് വൃത്തമാണ് ശ്രീരാമൻ രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് പ്രചാരത്തിൽ ഉപയോഗിക്കുന്ന പല വൃത്തങ്ങളുടെയും പ്രാഗ് രൂപങ്ങളാണ് രാമചരിതത്തിൽ കാണുന്നത്. ഇപ്രകാരം വൃത്തവിശേഷയുക്തം എന്ന നിയമവും രാമചരിതകാരൻ പിന്തുടരുന്നു. മേൽ പറഞ്ഞ വിവരണങ്ങളിൽ നിന്നും ദ്രമിഡ സംഘാതാക്ഷരം എന്ന അക്ഷര നിയമത്തെയും യദുഗ മോന എന്നീ ശബ്ദാലങ്കാര നിയമങ്ങളെയും വൃത്തവിശേഷയുക്തം എന്ന വൃത്ത നിയമത്തെയും രാമചരിതകാരൻ പൂർണ്ണമായും അനുസരിക്കുന്നതായി കാണാം. അടുത്തത് അന്താദിപ്രാസം. യദുഗ, മോന എന്നിവയ്ക്ക് പുറമേ അന്താദിപ്രാസവും രാമചരിതകാരൻ നിയമേന പ്രയോഗിക്കുന്നു. ഒരു പാട്ടിന്റെ അവസാനത്തിലുള്ള ഏതെങ്കിലും ഒരു പദം കൊണ്ടുവേണം അടുത്ത പാട്ട് ആരംഭിക്കുവാൻ എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച വിധി. അന്താദിപ്രാസം അച്ചടി എന്നല്ല, ലിപി പോലും ഇല്ലാതിരുന്ന കാലത്തു ജനങ്ങളുടെ ധാരണാശക്തിയെ സഹായിക്കുന്നതിന് വേണ്ടി ദ്രാവിഡ കവികൾ കണ്ടുപിടിച്ച ഒരു ഉപായമാവാം. രാമചരിതത്തിലെ ആദ്യത്തെ പാട്ട് ജ്ഞാനപ്പൊരുളേ എന്ന പദത്തിൽ അവസാനിക്കുകയും രണ്ടാമത്തെ പാട്ട് ജ്ഞാനമെങ്കൽ എന്ന് ആരംഭിക്കുകയും ചെയ്യുന്നത് അന്താദിപ്രാസത്തിന് ഉദാഹരണമാണ്. രാമചരിതം ഒന്നാം പടലത്തിലെ ഭാഷാപരമായ പ്രത്യേകതകളെ ഇപ്രകാരം ക്രോഡീകരിക്കാം. ഒന്നാമത്തത്, ദ്രാവിഡ സംഘാതാക്ഷര നിബദ്ധമാണ് രാമചരിതത്തിലെ ഭാഷ. രണ്ടാമത്തത്, യദുഗ, മോന എന്നീ ലീലാതിലകക്കാരൻ നിർവചനത്തിൽ പറയുന്ന ശബ്ദാലങ്കാരങ്ങൾക്ക് പുറമേ അന്താദിപ്രാസവും രാമചരിതത്തിൽ കാണുന്നു. മൂന്നാമത്തത്, ദ്രാവിഡ വൃത്തങ്ങളിലാണ് രാമചരിതം രചിച്ചിട്ടുള്ളത്. നാലാമത്തത്, ദ്രാവിഡീകരണ പ്രക്രിയ തൽഭവം നടപ്പാക്കിയിട്ടുണ്ട്. ഹരൻ അരൻ, വിജയൻ വിച്ചയൻ. അഞ്ചാമത്തത്, തൽസമരൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്തരാ തനയൻ. ആറാമത്തത്, സംസ്കൃത പദങ്ങളെ തൽസമമായും തൽഭവമായും സ്വീകരിക്കാതെ തർജ്ജമ ചെയ്ത് സ്വീകരിച്ചിരിക്കുന്നു. വാഗ്ദേവി, ചൊൽനായികേ. ഏഴാമത്തത്, ഒന്നാം പടലം പ്രധാനമായും ദേവതാ സ്തുതികളായതിനാൽ വിശേഷണങ്ങൾ ധാരാളമായി ഉപയോഗിച്ചു കാണുന്നു. ചൊൽനായികേ, ഏണനയനെ, പോകി പോക ചൈന, അരുവൈ പാതിയുരു വായ പരനെ. ഓക്കെ. എട്ടാമത്, നന്നൂലിൽ കാണുന്ന ചെയ്യുൾ വികാരങ്ങൾ പാട്ടിൽ കാണാൻ സാധിക്കും. പദാദിയിലോ പദാന്ത്യത്തിലോ ഉള്ള വർണ്ണത്തെ ലോപിപ്പിക്കുന്ന തൊകുത്തൽ ഒന്നാം പടലത്തിൽ കാണുന്നുണ്ട്. ഹരൻ അരൻ. ഒമ്പതാമത്തത്, ന്ത ന്ത ങ്ക രൂപങ്ങളുടെ ആധിക്യം കണ്ടുവരുന്നു. നടന്റെ, അന്റ്, മറന്ത വഴി, താരിണങ്കിണ. പത്താമത്തത്, കേരള പാണിനിയുടെ 6 നയങ്ങൾ സംഭവിച്ചതും സംഭവിക്കാത്തതുമായ രൂപങ്ങൾ കണ്ടെത്താം. അനുനാസികാദി പ്രസരം സംഭവിക്കാത്ത രൂപങ്ങൾ ഏതൊക്കെയാണ്? പദങ്ങൾ, വന്തു, തിങ്ങി. താലവ്യാദേശം സംഭവിക്കാത്ത രൂപങ്ങൾ ഏതൊക്കെയാണ്? അവതരിത്താദിയെ, വിളയിച്ചു, തെളിയിച്ചു. മൂന്നാമത്തത്, സ്വരസംവരണം സംഭവിക്കാത്ത രൂപങ്ങൾ ഏതൊക്കെയാണ്? നിറൈന്ത, പുര ചെയ്യുവാൻ. അടുത്തത്, പുരുഷഭേദ നിരാസം സംഭവിക്കാത്ത രൂപങ്ങൾ. അറിവാൻ, അറിവേൻ. ഓക്കെ. 11, വാക്യാലങ്കാരമായ അപൂർവമായി ഉപയോഗിച്ചു കാണുന്നു. മൈഥിലിയുടെ ചരിതമേ. 12, വിശേഷ്യ പൊരുത്തം പ്രായേണ സംസ്കൃതത്തിന്റെ രീതിയാണ്. അതുമായി ഇതും രാമചരിതം ഒന്നാം പടലത്തിൽ കാണാൻ സാധിക്കും. അപൂർവമായി ഇതും രാമചരിതം ഒന്നാം പടലത്തിൽ കാണാൻ സാധിക്കും. നീൾമിഴിയേ മൈഥിലിയേ. 13, സംസ്കൃത സന്ധി നിയമങ്ങൾ പാലിക്കുന്ന രൂപങ്ങൾ. വടിവുള്ള പ്ലസ് ആന, വടിവുള്ളാന.
അവതരിത്ത പ്ലസ് ആദി, അവതരിത്താദി. 14 പ്രാചീന പദങ്ങൾ. പരവൈ, ഉടക്കിന. 15 ആദിസ്വര യോഗം. ഈ ഇരാമചരിതം, ആദിസ്വര യോഗം ഇരാമചരിതം. ഓക്കെ, അടുത്തത് സാഹിത്യപരമായ പ്രത്യേകതകൾ. രാമചരിതത്തിന്റെ സാഹിത്യപരമായ പ്രത്യേകതകൾ പേപ്പർ 1 സെക്ഷൻ ബിയിൽ വിശദമാക്കിയിട്ടുള്ള വസ്തുതയാണ്. ഇവിടെ രാമചരിതം ഒന്നാം പടലത്തിലെ സാഹിത്യപരമായ പ്രത്യേകതകളാണ് വിശദമാക്കുന്നത്. ഒന്നാമത്തത് കാവ്യലക്ഷ്യം. ശ്രീരാമൻ തന്റെ കാവ്യലക്ഷ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒന്നാം പടലത്തിലെ 2-ാം പാട്ടിലാണ്. അത് ഇപ്രകാരമാണ്. ലീലാതിലകകാരൻ പാട്ടിന് നൽകുന്ന ലക്ഷണ നിർവചനം പൂർണ്ണമായും യോജിക്കുന്ന രാമചരിതം 1814 പാട്ടുകളും 164 പടലങ്ങളുമുള്ള ഒരു ബൃഹത്തായ ഗാനകാവ്യമാണ് രാമചരിതം. ഓക്കെ, എത്ര പാട്ടുകളാണുള്ളത്? 18, 14. എത്ര പടലങ്ങളാണുള്ളത്? 164. 164. 18, 14 പാട്ടുകളും 164, 164 പടലങ്ങളും. ഓക്കെ. ഊനമറ്റെഴു മിരാമ ചരിതത്തിലൊരു തെല്ലൂഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്യുവാൻ. ഊനമറ്റെഴുമി രാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്യുവാൻ എന്ന വരികളിൽ ഒരു തെല്ല്, ഊഴിയിൽ ചെറിയവർക്ക് മുതലായ പ്രയോഗങ്ങളിലൂടെ എന്തിനെ പറ്റി കവിത രചിക്കുന്നു, ആർക്കു വേണ്ടി കവിത രചിക്കുന്നു എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. ഒരു തെല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് ഭാഗമെന്നാണ്. അതായത് രാമായണ കഥ മുഴുവൻ പറയാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രാമായണ കഥയിലെ യുദ്ധകാന്ഡമാണ് പ്രതിപാദ്യമെന്നുമാണ്. ചെറിയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാമര ജനങ്ങളെയാണ്. അതായത് സംസ്കൃതത്തിലോ ചെന്തമിഴിലോ പാണ്ഡിത്യമില്ലാത്തവർ. ഇക്കാരണത്താൽ പാട്ട് എന്ന സാഹിത്യ വിഭാഗത്തിന് പ്രചാരം ലഭിച്ചിരുന്നത് ഇവരുടെ ഇടയിലാണെന്ന് ഊഹിക്കാം. രാമചരിതം വായിച്ചു പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ലക്ഷ്മി ദേവിക്ക് ഇരിപ്പിടമാകുകയും മരണാനന്തരം പോകി ചയനന്റെ ചരണധാരിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും എന്ന് പാടുന്ന ശ്രീരാമ കവി മലയാളിക്കു മോക്ഷമാർഗം ഉപദേശിക്കുന്നു. ഇതാണ് ശ്രീരാമ കവിയുടെ കാവ്യ ലക്ഷ്യം. രാമചരിതം വായിച്ചു പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ലക്ഷ്മി ദേവിക്ക് ഇരിപ്പിടമാകുകയും മരണാനന്തരം പോകി ചയനന്റെ ചരണധാരിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും എന്ന് പാടുന്ന ശ്രീരാമ കവി മലയാളിക്ക് മോക്ഷമാർഗം ഉപദേശിക്കുന്നു. ഇതാണ് ശ്രീരാമ കവിയുടെ കാവ്യലക്ഷ്യം. അടുത്തത് സംക്ഷേപണ പാടവം. രാമചരിതകാരന്റെ സംക്ഷേപണ പാടവം സാഹിത്യ ചരിത്രത്തിൽ വിശദമാക്കിയ വസ്തുതയാണ്. രാമചരിതം ഒന്നാം പടലത്തിലെ 11ാമത്തെ പാട്ടും സംക്ഷേപണ പാടവത്തിന് ഉത്തമ മാതൃകയാണ്. 11ാമത്തെ പാട്ട് അതേതാ നോക്കാം. 11. മാൽ പുനന്തവനറിന്തണ ഞങ്ങുലീയവും മാലവാർ കുഴലിലെറും മണി കൈകൊള്ളും മുന്നേ വേൽ പൊരുന്ന മിഴിയാൾക്കു നൽകിയ പൊഴുതിലെ മേതിൽ വീഴ്ന്തടി പണിന്തുവിടയും തൊഴുതുപോയി ചേൽ പൊരുന്തു മരി വീരനലയാഴി കടന്ന തീര മെയ്തിരുന്നൊൺ കവികൾ ചൂഴ്ന്തിനിയ പൈമ്പാൽ പൊരുന്തും മൊഴിയാൽ മൊഴിന്തനൻ തൊഴുതെല്ലാം പാർമന്നൻ തന്നോട് മൈഥിലിയുടെ ചരിതമേ. ഹനുമാൻ തന്റെ ദുഃഖവും ഉള്ളിലെ സംഘർഷവുമെല്ലാം ഒരുവിധം അടക്കി സീത ഇരിക്കുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തുന്നു. സീത തന്റെ കറുത്ത മുടിയിൽ ധരിച്ചിരുന്ന ചൂടാമണി രത്നം അടയാളമായി ഹനുമാന് നൽകുന്നതിന് മുമ്പ് തന്നെ രാമൻ നൽകിയ മോതിരം സീതാദേവിയെ ഏൽപ്പിച്ചു. സ്വഭാവ ഗുണമാർന്ന കവിവരൻ ഒട്ടും വൈകാതെ തന്നെ സീതാദേവിയെ ഭക്തിപൂർവ്വം സാഷ്ടാംഗം നമസ്കരിച്ചതിനു ശേഷം യാത്രാനുവാദവും വാങ്ങി സമുദ്രം കടന്ന് അക്കരെ എത്തിച്ചേർന്നു. നന്മയാർന്ന നല്ല കവികളാൽ ചുറ്റപ്പെട്ട ലോകേശനോട് മാധുര്യമാർന്ന നറുമ്പാലൊത്ത
മൊഴിയാൽ സീതയുടെ ചരിതമെല്ലാം ഹനുമാൻ തൊഴുതു പറഞ്ഞു. ഓക്കെ. സംക്ഷേപണ പാടവം. രാമചരിതകാരന്റെ സംക്ഷേപണ പാടവം സാഹിത്യ ചരിത്രത്തിൽ വിശദമാക്കിയ വസ്തുതയാണ്. രാമചരിതം ഒന്നാം പടലത്തിലെ 11ാമത്തെ പാട്ടും സംക്ഷേപണ പാടവത്തിന് ഉത്തമ മാതൃകയാണ്. ഹനുമാൻ തന്റെ ദുഃഖവും ഉള്ളിലെ സംഘർഷവുമെല്ലാം ഒരുവിധം അടക്കി സീത ഇരിക്കുന്ന സ്ഥലം അന്വേഷിച്ചു കണ്ടെത്തുന്നു. സീത തന്റെ കറുത്ത മുടിയിൽ ധരിച്ചിരുന്ന ചൂടാമണി രത്നം അടയാളമായി ഹനുമാന് നൽകുന്നതിന് മുമ്പ് തന്നെ രാമൻ നൽകിയ മോതിരം സീതാദേവിയെ ഏൽപ്പിക്കുന്നു. സ്വഭാവ ഗുണമാർന്ന കപിവരൻ ഒട്ടും വൈകാതെ തന്നെ സീതാദേവിയെ ഭക്തിപൂർവ്വം സാഷ്ടാംഗം നമസ്കരിച്ചതിനു ശേഷം യാത്രാനുവാദവും വാങ്ങി സമുദ്രം കടന്ന് അക്കരെ എത്തിച്ചേർന്നു. നന്മയാർന്ന നല്ല കവികളാൽ ചുറ്റപ്പെട്ട ലോകേശനോട് മാധുര്യമാർന്ന നറുംബാലത്ത മൊഴിയാൽ സീതയുടെ ചരിതമെല്ലാം ഹനുമാൻ തൊഴുതു പറഞ്ഞു എന്ന ഭാഗത്ത് എത്രയേറെ സംക്ഷേപിച്ചാണ് കവി കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹനുമാന്റെ ലങ്കായാത്രയോ ലങ്കയിലെ കാഴ്ചകളോ തിരിച്ചു വന്നതിന് ശേഷമുള്ള വിവരണങ്ങളോ കവി നൽകിയിട്ടില്ല. അത് അത്രയും സംക്ഷേപിച്ചും എന്നാൽ മനോഹരമായും രാമചരിതകാരൻ വ്യക്തമാക്കുന്നു. അതത്രയും സംക്ഷേപിച്ചും എന്നാൽ മനോഹരമായും രാമചരിതകാരൻ വ്യക്തമാക്കിയിരിക്കുന്നു. അടുത്തത് കഥാപാത്ര മിഴിവ്. കഥാപാത്ര മിഴിവ്. ഈശ്വര സ്തുതികളാണ് രാമചരിതം ഒന്നാം പടലത്തിന്റെ പ്രത്യേകത. അവസാനത്തെ 2 പാട്ടുകളിലാണ് ഹനുമാൻ രംഗപ്രവേശനം ചെയ്യുന്നത്. 10ാമത്തെ പാട്ടിൽ ഹനുമാനെ കുറിച്ചുള്ള പരാമർശം മാത്രമാണുള്ളത്. 11ാമത്തെ പാട്ടിൽ ഹനുമാൻ എന്ന കഥാപാത്രം ഏറെ മിഴിവുള്ളതാക്കാൻ രാമചരിതകാരന് കഴിഞ്ഞു. രാമചരിതകാരന്റെ കവന വൈഭവത്തിന് നിദാനമാണ് പ്രസ്തുത ഭാഗം. ഹനുമാൻ എന്ന കഥാപാത്രത്തിന് ശ്രീരാമനോടും ശ്രീരാമ പത്നിയോടുമുള്ള ഭക്തി സൂചിപ്പിക്കുന്നതിനും ഹനുമാന്റെ സ്വഭാവ ഗുണം വ്യക്തമാക്കി അതിലൂടെ കഥാപാത്രത്തിന് പ്രത്യേകമായ മിഴിവ് നൽകാനും സാധിച്ചിട്ടുണ്ട്. അടുത്തത് വർണ്ണനാ വൈഭവം. ശ്രീരാമ കവിയുടെ വർണ്ണനാ വൈഭവത്തിന് ഉദാഹരണമാണ് വിഷ്ണുസ്തുതി. ഒന്നാം പടലത്തിലെ 3ാമത്തെ പാട്ടിൽ കവി വിഷ്ണുവിനെ സ്തുതിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: അരവിന്ദ നയനൻ, ജ്ഞാനപ്പൊരുൾ, മായൻ, 1000 നാവുള്ള അനന്തന്റെ യജമാൻ. അരവിന്ദ നയനൻ. മലർത്തയ്യലിന്റെ മുലൈത്താവളത്തിൽ വസിക്കുമ്പോൾ വിഷ്ണു അരവിന്ദ നയനനാണ്. ജ്ഞാനപ്പൊരുൾ. വേദങ്ങൾ തോറും യോഗികൾ തിരയുമ്പോൾ വിഷ്ണു ജ്ഞാനപ്പൊരുളാണ്. മായൻ. മഴ പെയ്യുമ്പോൾ തടയുന്നതിനായി ഒരു മലയെടുത്തുയർത്തുമ്പോൾ വിഷ്ണു മായനാണ്, ചെപ്പടിക്കാരൻ. 1000 നാവുള്ള അനന്തന്റെ യജമാനൻ. തനിക്ക് കവിത അരുളി ചെയ്യുന്ന അവസരത്തിൽ 1000 നാവുള്ള അനന്തന്റെ യജമാനനാണ് വിഷ്ണു. ഇത്തരത്തിൽ രാമചരിതത്തിൽ കവി കൽപ്പനകൾക്കും വർണ്ണനകൾക്കും പ്രാധാന്യം നൽകുന്നു. തികച്ചും അനുയോജ്യമായ വിധത്തിൽ സംബോധനകളിൽ കാണിക്കുന്ന സവിശേഷമായ സാമർഥ്യം ഈ വരികളിൽ കാണാൻ കഴിയുന്നു. ഓരോ സന്ദർഭത്തിനും യോജിച്ച തരത്തിൽ വഴിമാറി വിശേഷണങ്ങൾ നൽകി വിഷ്ണുവിനെ ചിത്രീകരിക്കാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അർത്ഥാലങ്കാരങ്ങൾ. ഒന്നാം പടലത്തിലെ 2ാമത്തെ പാട്ടിൽ സരസ്വതീ വന്ദനമാണ്. സമുദ്രത്തിലെ തിരകൾ ഇടമുറിയാതെ വന്ന് കരക്കടിക്കുന്നത് പോലെ എൻ്റെ മനസ്സിലും അറിവ് യാതൊരുവിധ ഭംഗവും സംഭവിക്കാതെ വിളങ്ങിക്കൊണ്ടിരിക്കുവാൻ അല്ലയോ വാഗ്ദേവതേ, നീയും എന്നിൽ കടാക്ഷിക്കണമേ എന്ന ഭാഗത്ത് ഉപമാലങ്കാരം കാണാം. സമുദ്രത്തിലെ തിരമാലകൾ ഒഴിയുന്നില്ല. മാറി മാറി വന്ന് പതിക്കുന്ന തിരമാല കണക്കിന് പദങ്ങൾ മാറി മാറി നാവിൽ വിളയാടണമെന്ന ഉപമ ഏറെ മനോഹരമാണ്. ഇത് പിൽക്കാലത്ത് എഴുത്തച്ഛന് മാർഗദർശകമായ കാവ്യാലങ്കാരമാണ്. 3ാമത്തത് രാമചരിതത്തിന്റെ പ്രാധാന്യം എന്താണ്? രാമചരിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നത് ഇപ്രകാരമാണ്: പഴയതായിരിക്കുക,
എന്നതു മാത്രമല്ല രാമചരിതത്തിന് അവകാശപ്പെടാവുന്ന മഹത്വം. പാട്ടുപ്രസ്ഥാനത്തിന്റെ തമിഴ് പാരമ്പര്യത്തിന് മലയാളത്തിൽ അഴിഞ്ഞൊഴുകി പോകാത്ത ഒരു സ്മാരകം നിർമ്മിച്ചു വെച്ചു എന്നത് മാത്രമല്ല കവിതാ ചരിത്രത്തിലുള്ള സ്ഥാനം. ആ പാരമ്പര്യത്തിൽ തമിഴിൽ നിന്നും തികച്ചും വ്യതിരിക്തമായ കേരളീയ ഭാഷാശൈലിയിൽ ബൃഹത്തായ രൂപശില്പവും മഹത്തായ ഭാവശില്പവും ഒത്തുചേരും വണ്ണം വിരചിച്ച ഗൗരവപ്പെട്ട ആദി കാവ്യം എന്നതാണ് അതിൻ്റെ പ്രാധാന്യം. ഈ അഭിപ്രായത്തിൽ പാട്ടുപ്രസ്ഥാനത്തിൽപ്പെട്ട രാമചരിതത്തിന്റെ ചരിത്രപ്രധാനമായ പ്രത്യേകതയും സാഹിത്യപരമായ പ്രത്യേകതയും ഭാഷാപരമായ പ്രത്യേകതയും ഒത്തുചേർന്നിട്ടുണ്ട്. അതായത് കേവലം തമിഴ് പാരമ്പര്യം മാത്രമല്ല രാമചരിതത്തിന് പറയാവുന്നത്. അതിൽ കവിഞ്ഞ് അനേകം പ്രത്യേകതകൾ അവകാശപ്പെടാവുന്ന കൃതിയാണ് രാമചരിതം. തമിഴ് പാരമ്പര്യത്തിന്റെ ചുവടുറപ്പിച്ചു രൂപം കൊണ്ട പാട്ടുസാഹിത്യ പ്രസ്ഥാനത്തിലെ പ്രഥമവും അത്യുജ്വലവും ആയ കാവ്യമാണ് രാമചരിതം. തമിഴിന് കേരള ഭാഷ എന്ന വ്യാപകമായ അർത്ഥമുണ്ട്. കേരളത്തിലെ സാമാന്യ ജനങ്ങളെ ദ്രാവിഡരെന്ന് പറയാമെന്നതുകൊണ്ട് അവരുടെ ഭാഷയ്ക്ക് ദ്രാവിഡ ശബ്ദത്തിന്റെ അപഭ്രംശ രൂപമായ തമിഴ് ഉപയോഗിക്കുന്നു. രാമചരിതത്തിന്റെ മറ്റു പ്രത്യേകതകൾ താഴെ പറയുന്നവയാണ്: ഭാഷാപരമായ പ്രാധാന്യം, സാഹിത്യപരമായ പ്രാധാന്യം, ചരിത്രപരമായ പ്രാധാന്യം. രാമചരിതത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം അതിന്റെ രചനാകാലത്തെ സംബന്ധിച്ചുള്ളതാണ്. 12ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലോ 13ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിലോ ആണ് രാമചരിതത്തിന്റെ കാലമെന്ന് പറയുന്നു. കിട്ടിയിടത്തോളം മലയാള ഭാഷയിലുണ്ടായ ആദ്യ കൃതിയാണ് രാമചരിതം. ആരംഭകാലത്തെ മലയാള ഭാഷയുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന് രാമചരിതം പോലെ ഉപയുക്തമായ മറ്റൊരു സാഹിത്യകൃതിയും ഇന്നുവരെ കണ്ടുകിട്ടിയിട്ടില്ല. സാമൂഹ്യപരമായ പ്രാധാന്യം. ഊഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്യുവാൻ എന്ന വരികളിൽ നിന്നും ആരെ ഉദ്ദേശിച്ചാണ് താൻ കാവ്യരചന നടത്തിയിരിക്കുന്നതെന്ന് കവി വ്യക്തമാക്കിയിരിക്കുന്നു. മണിപ്രവാളം ആഢ്യന്മാരുടെ സാഹിത്യം എന്ന നിലയിൽ വളർന്ന് പുഷ്ടി പ്രാപിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് രാമചരിതം ഊഴിയിൽ ചെറിയവർക്ക് വേണ്ടി കാവ്യരചന നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ കാവ്യരചന പന്ഥാവിൽ ഒരു വിപ്ലവം തന്നെയാണ് രാമചരിതകാരനിലൂടെ നടപ്പായത്. ശൂദ്രർ തുടങ്ങിയ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അന്നത്തെ കേരള ഭാഷ രചിച്ചതാണ് രാമചരിതം. താണജാതിയിൽപ്പെട്ടവർക്ക് അന്ന് സംസ്കൃതം അറിയില്ലായിരുന്നു. കൂടാതെ പുരാണേതിഹാസങ്ങൾ പഠിക്കുന്നതിൽ നിന്നും ഇവർക്ക് വിലക്കേർപ്പെട്ടിരുന്നു. പ്രസ്തുത സന്ദർഭത്തിൽ രാമായണത്തിന്റെ രസനീയത നുകരാൻ സാധിക്കത്ത വിധം രചിച്ചതാണ് രാമചരിതം. ഇപ്രകാരം അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ നിലനിന്നിരുന്ന വിവേചനം മനസ്സിലാക്കാനും പ്രസ്തുത വരികൾ സഹായകമാണ്. സാധാരണക്കാരായ ആളുകളെ ഉദ്ദേശിച്ച് കഴിയുന്നത്ര ലളിതമായി തമിഴ് ശൈലിയിൽ സംസ്കൃതാശയങ്ങളും കാവ്യമാഹാത്മ്യവും പ്രചരിപ്പിക്കാനായി എഴുതിയ ഒരു സ്വദേശ സാഹിത്യ സൃഷ്ടിയായി രാമചരിതത്തെ കണക്കാക്കാം. സാംസ്കാരികപരമായ പ്രാധാന്യം എന്താണ്? വീരരസത്തിന്റെയോ ഭക്തി ഭാവത്തിന്റെയോ കഥ മാത്രമല്ല രാമചരിതകാരൻ പറയുന്നത്. കേവലം ഇരാവണ വധവുമല്ല. അധർമ്മചാരികളുടെ വംശനാശം വരുത്തി അവരെ വേരറ മുടിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുകയാണ് രാമചരിതകാരന്റെ ലക്ഷ്യം. രാമചരിതത്തിന്റെ ഫലശ്രുതി വിവരിക്കുന്ന 164 പടലത്തിലെ 9, 10, 11 പാട്ടുകളിൽ ശ്രീരാമകവി രാമകഥ പാടിയാലുണ്ടാകുന്ന ഫലം വിവരിക്കുന്നുണ്ട്. കാര്യലാഭം, പുത്രലാഭം, ദുഃഖനാശം, ഇലകിൻ വെറ്റി ഇവ ഫലങ്ങളായി പറയുന്നു. രാമചരിതം വായിച്ചു പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ലക്ഷ്മി ദേവിക്ക് ഇരിപ്പിടമാകുകയും മരണാനന്തരം പോകിപോകചയനന്റെ
ചരണതാരിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും എന്ന് പാടുന്ന ശ്രീരാമകവി മലയാളിക്കു മോക്ഷമാർഗം ഉപദേശിക്കുന്നു. ഇതാണ് ശ്രീരാമകവിയുടെ കാവ്യലക്ഷ്യം. ഇത്തരത്തിൽ രാമചരിതത്തിന്റെ സാംസ്കാരികപരമായ പ്രാധാന്യവും നമുക്ക് കണ്ടെത്താം. രാമചരിതം പ്രമുഖ പണ്ഡിതാഭിപ്രായങ്ങൾ. രാമചരിതകാരനിൽ ഒളിഞ്ഞു കാണുന്ന അന്തസ്സാണ് എഴുത്തച്ഛനിൽ തെളിഞ്ഞു കാണുന്നത്. ഡോക്ടർ പി സേതുനാഥൻ. രാമചരിതത്തിന്റെ ശീതള ഛായയിൽ വിശ്രമിച്ചുകൊണ്ടാണ് ഭാവനാകുബാരന്മാരായ ഉണ്ണിച്ചിരു ദേവി ചരിതകാരനും കൃഷ്ണഗാഥാകാരനും മലയാളിയുടെ മനം കവരുന്ന കൽപ്പനകൾ രൂപപ്പെടുത്തിയത്. അലങ്കാരത്തിലും കൽപ്പനയിലും പദവിന്യാസത്തിലും ഈ കടപ്പാടു കാണാം. ഡോക്ടർ പി സേതുനാഥൻ. മലയാളത്തിലെ പ്രമാണപ്പെട്ട കവികൾക്ക് ഉപജീവ്യനായി തീരത്തക്കവണ്ണം കവികളുടെ കവിയും ഊഴിയിൽ ചെറിയവർക്ക് ഉതകത്തക്കവണ്ണം ജനങ്ങളുടെ കവിയും ആയി തീരുകയെന്ന ദ്വിമുഖാംഗീകാരം ലഭിച്ച ആദ്യത്തെ മഹാകവി രാമചരിതകാരനാണ് ഡോക്ടർ എം ലീലാവതി. ഇതോടുകൂടി രാമചരിതം പടലം 1 എന്ന പാഠഭാഗത്തിന്റെ ചർച്ച അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ് മീ. അടുത്ത വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് 1 തന്നെ കണ്ണശ രാമായണം ബാലകാണ്ഡം ആദ്യത്തെ 25 പദ്യങ്ങൾ പഠിക്കും. വിൽ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു വെരി മച്ച്.